نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فيا أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അതിലൂടെ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹുവിനെ ഏകനാക്കിക്കൊണ്ട് ജീവിതത്തിലുടനീളം എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ മാത്രം ഇടപെടിപ്പിച്ചുകൊണ്ട് എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മളോട് കൽപ്പിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. അതിലൂടെ മാത്രമാണ് ദുനിയാവിലും പ്രത്യേകിച്ച് പരലോകത്തും ഉള്ള വിജയം ഉണ്ടായിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യവും കൂടിയാണ്. സൂറത്തുൽ അംഫാലിൽ അല്ലാഹു തആല പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ ഒരു പ്രത്യേകമായ ഒരു ഗുണം അല്ലാഹു തആല പറയാണ്. ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകമായിട്ടുള്ളൊരു ഗുണം എന്താണത്? ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായിട്ടും സത്യവിശ്വാസികൾ, മുഅ്മിനീങ്ങൾ, അല്ലദീന, അവർ എങ്ങനെയുള്ളവരാണ്? ഇദാ ദുകിറല്ലാഹു, അള്ളാഹുവിനെ പറ്റി പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങും. അള്ളാഹുവിനെ പറ്റി കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു വെപ്രാളം ഉണ്ടാകും. അള്ളാഹുവിനെ പറ്റി കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു പ്രതീക്ഷയുണ്ടാകും, ഒരു മാറ്റമുണ്ടാകും. അള്ളാഹുവിനെ പറ്റി പറയപ്പെടുന്ന സദസ്സുകൾ, അള്ളാഹുവിനെ പറ്റി പറയപ്പെടുന്ന മജ്ലിസുകൾ, അള്ളാഹുവിനെ പറ്റി പറയപ്പെടുന്ന പ്രഭാഷണങ്ങൾ, നസീഹത്തുകൾ, അവരത് ശ്രദ്ധയോടുകൂടി കേൾക്കും. കാരണം എന്താണ്? അള്ളാഹുവിനെ പറ്റിയാണ് പറയുന്നത് എന്നൊരു ബോധം അവർക്കുണ്ടാകും. വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു, മാത്രമല്ല ഈ സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ ആയാത്തുകളെ പാരായണം ചെയ്യപ്പെട്ടാൽ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ ആയാത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദതുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കും, അവരുടെ വിശ്വാസം കൂടും. പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകൾ കേൾക്കുമ്പോൾ ഈ ഓരോ ആയത്തുകളും എന്നോടാണല്ലോ സംസാരിക്കുന്നത്, എൻ്റെ പരലോക ജീവിത വിജയത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ പറയുന്നത് എന്നൊരു ബോധം അവൻക്കുണ്ടായിത്തീരും. അങ്ങനെ അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം അവൻ്റെ ഹൃദയത്തിൽ ഒന്നുകൂടി ഉറക്കും. എപ്പോൾ?
പരിശുദ്ധ ഖുർആനിനെ കേൾക്കുമ്പോൾ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മൂന്നാമത്തവന്റെ ഗുണം എന്താണ്? അവർ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നവരാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എത്ര ചെറിയ കാര്യമായാലും എത്ര വലിയ കാര്യമായാലും അവർ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നവരാകുന്നു. അവർ യഥാർത്ഥ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അവരുടെ ഗുണങ്ങളായിട്ട് അല്ലാഹു തആല പറഞ്ഞ 3 ഗുണങ്ങളാണ്. ഒന്ന്, അള്ളാഹിനെ പറ്റി കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലൊരു മാറ്റം ഉണ്ടാകും. 2, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അവർക്ക് ഈമാൻ വർദ്ധിക്കും. 3, അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ മാത്രമായിരിക്കും അവർ ഇടപെടിപ്പിക്കുക, ഭരമേൽപ്പിക്കുക. വേറെ ആരെയും അവർ വിളിക്കൂല. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു തആല പറയുന്നു, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. ഒരിക്കലും മരിക്കാത്ത ജീവിച്ചിരിക്കുന്നവരെ നിങ്ങൾ ഭരമേൽപ്പിക്കുക. ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ ഭരമേൽപ്പിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ അവനോട് പറയുക. വസബ്ബിഹ് ബിഹംദിഹി വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറ. അതുകൊണ്ട് അവന്റെ പരിശുദ്ധിയെ നിങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യുക. അല്ലാഹു തആല തന്റെ അടിമകളുടെ പാപങ്ങളെ സംബന്ധിച്ച് യഥേഷ്ടം അറിയുന്നവനാകുന്നു അവൻ. പരിശുദ്ധ ഖുർആനിലെ 2 അധ്യായങ്ങളിലുള്ള 2 വചനങ്ങളാണ് ഈ പറഞ്ഞത്. ഒന്ന്, യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ ഗുണങ്ങൾ, സത്യവിശ്വാസി ആരായിരിക്കും. രണ്ടാമത്തത്, ആരോടായിരിക്കണം ഒരു സത്യവിശ്വാസി തൻ്റെ വിഷമങ്ങൾ പറയേണ്ടത്, തൻ്റെ പ്രയാസങ്ങൾ പറയേണ്ടത്, ആരോടായിരിക്കണം അവൻ്റെ ഭാരം ഏൽപ്പിക്കേണ്ടത്. ഈ 2 ആയത്തുകൾ അല്ലാഹു തആല വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ആയത്തുകളിൽ അടങ്ങിയിരിക്കുന്ന ആദർശം, ഈ ആയത്തുകളിൽ അടങ്ങിയിരിക്കുന്ന പാഠം പഠിപ്പിക്കാനാണ് അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ബദർ യുദ്ധം നടത്തിയത്. ഈ പാഠങ്ങൾ സഹാബാക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ യുദ്ധം എന്ന് പറഞ്ഞ് കുറെ പേരെ കൊന്ന് കുറെ പേര് മരിച്ച് ഇസ്ലാമിനെ വളർത്തിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന സ്വന്തം രാജ്യത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് പോലെ വാളുകൊണ്ട് കൊല്ലുകയും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടാണ് ഇസ്ലാമിനെ വളർത്തിയത്, ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത് എന്നുള്ള തെറ്റിദ്ധാരണകൾ, ഇതിലൊന്നിനും അല്ല അല്ലാഹു തആല ബദർ ഉണ്ടാക്കിയത്. ഇന്നും ഒരുപാട് തെറ്റിദ്ധാരണകൾ യുക്തിവാദികളും നിരീശ്വരവാദികളും അതുപോലുള്ള സ്വന്തം ഇച്ഛക്കാരുമൊക്കെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സഹാബക്കളെ അല്ലാഹു തആല പരിശീലിപ്പിക്കുകയായിരുന്നു ബദറിലൂടെ. ചെറിയ രീതിയിലൂടെ നമുക്കത് വിശദീകരിക്കാം. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുറുകും വയുസബ്ബിത് അഖ്ദാമകും. ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കാൽപാദങ്ങൾ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. നിങ്ങളെ തോൽപ്പിക്കാൻ, നിങ്ങളെ ഇല്ലാതാക്കാൻ, നിങ്ങളെ നശിപ്പിക്കാൻ ആരും വരൂല. എപ്പോ? നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കണം. എങ്ങനെ അല്ലാഹുവിനെ സഹായിക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, അല്ലാഹുവിനെ ഇലാഹാക്കി, അല്ലാഹുവിനെ ഏകനാക്കി ജീവിതത്തിൽ കാണിച്ചു കൊടുത്തുകൊണ്ട്, അങ്ങനെയാണ് അല്ലാഹുവിനെ സഹായിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 വർഷക്കാലം 13 വർഷക്കാലം മക്കയിൽ ജീവിച്ചു. അവിടെ യുദ്ധമോ പ്രതിരോധമോ അതല്ലെങ്കിൽ തിരിച്ചടിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. മക്ക രാജ്യത്ത് റസൂലുള്ളാഹിയുടെയും സഹാബാക്കളുടെയും ജീവിതം ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. സഹാബാക്കൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചതിന്റെ പേരിൽ അവർ അനുഭവിച്ച പീഡനങ്ങൾക്കും ക്രൂരമായ മർദ്ദനങ്ങൾക്കും ഒരു അറുതിയും ഇല്ലായിരുന്നു. നമുക്കറിയാം, സുമയ്യ റളിയല്ലാഹു തആല അൻഹ, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹ, ബിലാൽ റളിയല്ലാഹു തആല അൻഹു, ഇതുപോലുള്ള പ്രഗത്ഭരായ സഹാബാക്കൾ അവർ അനുഭവിച്ച പീഡനങ്ങൾക്ക് യാതൊരു കുറവും ഇല്ലായിരുന്നു. അല്ലേ? നമുക്കറിയാം, തിരിച്ചടിക്കാൻ കഴിയാത്തവരായിരുന്നു ആ സമയത്ത്. അവർ തിരിച്ചെന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയാത്തവരായിരുന്നു. എവിടേക്കെങ്കിലും ഒന്ന് ഓടിപ്പോകാന്ന് വെച്ചാൽ അതുപോലും സാധിക്കാൻ പറ്റാത്തവരായിരുന്നു. അതേപോലെ തന്നെ വർഷങ്ങൾ അവരെ പട്ടിണിക്കിട്ടു മക്കയിലെ ഖുറൈശികൾ. എന്തിന്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ. അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല,
അല്ലാഹു അല്ലാതെ നിങ്ങൾ ആരാധിക്കുന്ന ലാത്തയായാലും ഉസ്സയായാലും മനാത്തയായാലും ഈ മരിച്ചുപോയ, ഈ മരിച്ചു മൺമറഞ്ഞു പോയ ഈ ഔലിയാക്കളുടെ, ഈ സ്വാലിഹീങ്ങളുടെ ബിംബങ്ങൾ മുഴുവനും ഇതൊന്നുമല്ല, എൻ്റെ ഇലാഹ് അല്ലാഹു മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അല്ലേ 13 വർഷക്കാലം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വഹാബക്കൾക്ക് ഈമാൻ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. എനിക്ക് അല്ലാഹു മാത്രമേ ഉള്ളൂ, അല്ലാഹ്ക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ ജീവിതം, ഞാൻ സ്നേഹിക്കുന്നത് അല്ലാഹ്ക്ക് വേണ്ടി, ഞാൻ കോപിക്കുന്നത് അല്ലാഹ്ക്ക് വേണ്ടി, ഞാൻ സഹിക്കുന്നതും ക്ഷമിക്കുന്നതും അല്ലാഹ്ക്ക് വേണ്ടി. അത് ജീവിതത്തിൽ ഉറക്കണം. യാതൊരു തര പ്രതിസന്ധി ഘട്ടത്തിലും അതിൽ യാതൊരു ചാഞ്ചാട്ടവും ഉണ്ടാകാൻ പാടില്ല, യാതൊരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല, മനസ്സ് പതറിപ്പോകാൻ പാടില്ല. ആ രീതിയിൽ ഉറക്കണം. അല്ലാഹു തആല അവരെ 13 വർഷക്കാലം ഈമാൻ പഠിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടല്ലേ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു തആല അൻഹുവിനെ ഖുറൈശികൾ കഠിനമായ ചൂടുള്ള വെള്ളത്തിലിട്ട് പൊരിച്ചെടുത്തിട്ട്, കഠിനമായ ചൂടുള്ള വെള്ളത്തിലിട്ടിട്ട് ചൂടാക്കുന്ന സമയത്ത് ഖുറൈശികൾ പറയും അവരോട്, പറ ലാത്തയും ഉസ്സയുമാണ് എൻ്റെ ഇലാഹ് എന്ന് പറ. അവരെ കൊണ്ട് പറയിപ്പിക്കും. അമ്മാർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോയിട്ട്, നബിയെ, അവർ അത്രമാത്രം പീഡിപ്പിക്കുകയാണ്, അത്രമാത്രം വേദന, സഹിക്കാൻ കഴിയാത്ത വേദന അവർ നമുക്ക് തരികയാണ്. ചിലപ്പോൾ അറിയാണ്ട് അവർ പറയുന്നത് നമ്മൾ പറഞ്ഞു പോകും കൂടി ചെയ്യുന്നുണ്ട്. അത്ര വരെ അവരെത്തിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ അവരോട് പറഞ്ഞത്? നമുക്ക് തിരിച്ചടിക്കാം, നമുക്ക് പ്രതിരോധിക്കാം, അതല്ല നമുക്ക് വേറെ എവിടത്തേക്കെങ്കിലും പോകാം. ഇതൊന്നുമല്ല പറഞ്ഞത്. നിങ്ങൾ സഹിക്കേ, അല്ലാഹു ഉണ്ട് കൂടെ, നിങ്ങൾ സഹിക്കേ. അല്ലാഹു തആല നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സ്വർഗമാണ്, നിങ്ങൾ സഹിക്കേ. ബിലാൽ റളിയല്ലാഹു തആല ചരിത്രമല്ലേ, ബിലാൽ റളിയല്ലാഹു തആല ഒരു അടിമയായിരുന്നു. മുസ്ലിമായി എന്ന് കേട്ടപ്പോൾ യജമാനൻ ഉമയ്യത്ത് മരുഭൂമിയിൽ പൊരിയുന്ന വെയിലത്ത്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നോമ്പെടുത്തിട്ട് നമുക്കൊന്ന് പൊരിയുന്ന വെയിലത്ത് നടക്കാൻ പറ്റുന്നില്ല. അത്ര കഠിനമായ ചൂടുള്ള വെയിലത്ത് ഡ്രസ്സില്ല, വസ്ത്രമില്ല. അങ്ങനെ ആ മരുഭൂമിയിൽ മണലിൽ കിടത്തി നെഞ്ചത്ത് പാറ കയറ്റി വെച്ച് ഉമയ്യത്ത് പറയുമായിരുന്നു, ലാത്തയാണ് എൻ്റെ ഇലാഹ് എന്ന് പറ, നിങ്ങൾ അങ്ങനെ പറയുന്നത് വരെ നിങ്ങളെ ഞാൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന്. അത്ര വേദന സഹിച്ചില്ലേ? അപ്പോൾ ബിലാൽ റളിയല്ലാഹു തആല എന്താ പറഞ്ഞത്? അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞോ, ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ പറയാമെന്ന്? ഇല്ല, അല്ലാഹു ഏകനാണ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു അഹദ്, അല്ലാഹുവിന് യാതൊരു പങ്കാളിയുമില്ല. നിങ്ങൾ പറയുന്നത് പോലെ ലാത്ത, ഉസ്സ, മനാത്ത പോലുള്ള ഔലിയാക്കൾ, അങ്ങനെയുള്ള ജാറങ്ങൾ, അങ്ങനെയുള്ള ബിംബങ്ങൾ, ഇവകൾക്കൊന്നും അല്ലാഹുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ പറയുന്നത് പോലെ പങ്കു ചേർത്ത് ജീവിക്കാൻ ഞങ്ങളെ കിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തിന്റെ സർവസ്വവും ഉടമസ്ഥനായ അല്ലാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാനാണ് ഞങ്ങൾ ഇന്നു മുതൽ അങ്ങോട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ എന്ത് ചെയ്താലും ശരി, ഞങ്ങൾക്കത് പ്രശ്നമേ അല്ല. അല്ലെ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത്? അങ്ങനെ എത്ര സഹാബാക്കൾ സ്വന്തം പിതാവ് ചങ്ങലകൾക്കിട്ട് ബന്ധിച്ചതല്ലേ അബൂ ജന്ദൽ റളിയല്ലാഹു തആല മുസ്ലിമായിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ചങ്ങലയിൽ കെട്ടിയിട്ടില്ലേ? ഇതുപോലെ എത്ര സഹാബാക്കൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ എന്താ പറഞ്ഞത്? നീ ഇസ്ലാമിൽ നിന്നും തിരിച്ചിങ്ങോട്ട് വരുന്നത് വരെ ഞാൻ പട്ടിണി കിടക്കും, ചിലപ്പോൾ ഞാൻ മരിക്കും, ഒരു ഭക്ഷണം ഞാൻ കഴിക്കൂല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന് ഭക്ഷണവും കൊടുത്തില്ല. എന്നിട്ട് മാറിയോ? ഉമ്മാനോടുള്ള കനിവിന്റെ പേരിൽ എന്നാ ശരി, ഉമ്മ ഇങ്ങനെ പട്ടിണി കിടന്നിട്ട് വിഷമിക്കണ്ട, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ പട്ടിണി കിടാൻ പാടില്ല, ഞാൻ തിരിച്ച് നമ്മുടെ പഴയ മതത്തിലേക്ക് തന്നെ. ഏത് മതത്തിലേക്ക്? ഈ ലാത്തയും ഉസ്സയെയും പൂജിക്കുകയും അവർക്ക് ബലിയർപ്പിക്കുകയും അവരോട് പോയിട്ട് പ്രാർത്ഥിക്കുകയും അവർക്ക് മുന്നിൽ തലകുനിക്കുകയും ചെയ്യുന്ന, ഈ ജാറങ്ങളിലേക്ക് പോയിട്ട് തലകുനിക്കുകയും ചെയ്യുന്ന ആ മതത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. അതുകൊണ്ട് ഉമ്മ ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യരുത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞോ? ഇല്ല. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഖുതുബിയത്തിനും റാത്തീബിനും മൗലൂദിനും അതുപോലുള്ള ജാറങ്ങളിലേക്കുമൊക്കെ ശിർക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന മാതാപിതാക്കൾ, മക്കള് സലഫികളായിരിക്കും, മക്കള് മുവഹിദീങ്ങളായിരിക്കും, പക്ഷെ ഉമ്മാനെ അനുസരിക്കാതിരിക്കാൻ വയ്യ, അല്ലെങ്കിൽ ഉപ്പാനെ അനുസരിക്കാതിരിക്കാൻ വയ്യ, അല്ലെങ്കിൽ ഉപ്പ നാട്ടിലെ വലിയൊരു പ്രമാണിയായിരിക്കും, നാട്ടിലെ ഷിയാക്കളുടെ പള്ളിയിലെ സെക്രട്ടറി ആയിരിക്കും, മോൻ മുജാഹിദായിട്ട് വഹാബിയായിട്ട് ഇങ്ങനെ നടക്കാണ്. ഉപ്പ മോനോട് പറയാൻ, നീ എന്നെ നാറ്റിക്കരുത്,
നീ എന്നെ നാണം കെടുത്തരുത്. നീ ഇങ്ങനെ വഹാബിയായിട്ട് നടന്നാൽ, കുത്തുബിയത്തിനും റാത്തീബിനും മൗലൂദിനും നീ വരാതിരുന്നാൽ നാണക്കേട് എനിക്കാണ്, അതുകൊണ്ട് എന്നെ പറയിപ്പിക്കരുത്, നീ വന്നേ പറ്റൂ എന്ന്. ഇവിടെ സലഫിയായ വഹാബിയായ മകൻ എന്ത് തീരുമാനമെടുക്കണം? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തീരുമാനിച്ച തീരുമാനം, ഉമ്മ പട്ടിണി കിടന്നാലും എന്നെ പട്ടിണി കിട്ടാനും ഞാൻ അംഗീകരിച്ചിരിക്കുന്ന ഈ മതത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല, അത് ഉമ്മ പറഞ്ഞാലും ശരി. അതല്ലേ അല്ലാഹു തആല പഠിപ്പിച്ചത്? എന്നെ ശിർക്ക് ചെയ്യാൻ, എനിക്ക് പങ്കാളികളെ ഉണ്ടാക്കാൻ നിങ്ങൾക്കറിവില്ലാത്ത കാര്യത്തെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് കൽപ്പിക്കുകയാണെങ്കിൽ ഫലാ തുതിഉഹുമാ, നിങ്ങൾ അവരെ അനുസരിക്കേണ്ടതില്ല. അത് ഉമ്മ പറഞ്ഞാലും ശരി, ഉപ്പ പറഞ്ഞാലും ശരി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതൃക അവിടെയാണ്. ഇങ്ങനെ മക്കയിൽ ഓരോ സഹാബാക്കളുടെ ചരിത്രം എടുത്ത് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ, അംഗീകരിച്ചതിന്റെ പേരിൽ അവർ അനുഭവിച്ച വേദനകൾക്കും യാതനകൾക്കും യാതൊരു കുറവുമില്ലായിരുന്നു, കണക്കുമില്ലായിരുന്നു. പട്ടിണിക്കിട്ടിട്ടും വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടും ഭക്ഷണം കൊടുക്കാതെയും വെള്ളം കൊടുക്കാതെയും ചങ്ങലകൾക്കിട്ട് ബന്ധിച്ചിട്ടും അടിച്ചിട്ടും പിന്നെ തീയിലിട്ട് കത്തിച്ചിട്ടും അതേപോലെ തന്നെ ചൂടുള്ള വെള്ളത്തിലിട്ട് പൊരിച്ചിട്ടും അവരുടെ ഈമാനിന് കുറവ് വരുത്താൻ മക്കയിലെ ഖുറൈശികൾക്ക് സാധിച്ചിട്ടില്ല. ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. ഇടക്കിടക്ക് നമ്മൾ സഹാബാക്കളുടെ ചരിത്രമൊക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കണം. സഹാബാക്കളുടെ ചരിത്രമൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. സ്വഹാബികൾ എന്ന് പേരുള്ള പുസ്തകങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. സ്വഹാബി വനിതകളുടെ ചരിത്രം പറയുന്ന പുസ്തകങ്ങൾ വാങ്ങാൻ കിട്ടും. എന്നിട്ട് നമ്മളതൊന്ന് വായിച്ചു നോക്കണം. ഈ സ്വഹാബാക്കൾ മുസ്ലിമാകുന്നതിന് മുമ്പ് ജീവിച്ചത് എങ്ങനെ, മുസ്ലിം ആയതിനു ശേഷം ഇസ്ലാമിൽ ജീവിച്ചത് എങ്ങനെ. വലിയ മാറ്റം ഉണ്ടാക്കും നമ്മുടെ ജീവിതത്തിൽ. 13 വർഷക്കാലം മക്കയിൽ ഇവരിങ്ങനെ കൊടും പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ട് ജീവിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി നിൽക്കുകയാണ്. റസൂലുള്ളാഹിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അള്ളാഹിനോട് പറയലല്ലാതെ. അല്ലാഹു തആല അത് നോക്കിയിരിക്കുകയാണ് ആ സമയത്തൊക്കെയും ചെയ്തത്. അല്ലാഹു തആല അവരുടെ ഈമാനിനെ ഇങ്ങനെ തട്ടാൻ പൊന്ന് തീയിലിട്ട് ഉരുക്കി അതിനെ ഉരുക്കി ഒരു ഉണ്ടയാക്കി, അങ്ങനെ കരി കഷ്ടം പോലെയാക്കി, അതിനെടുത്ത് വേറൊരു ഇരുമ്പിന്റെ പാത്രത്തിലിട്ട് അതിനെ അടിച്ച് പരത്തി വീണ്ടും ചൂടാക്കി അങ്ങനെ നല്ല തിളങ്ങുന്ന സ്വർണമാക്കുന്നത് പോലെ മക്ക മുശ്രിക്കീങ്ങളുടെ പീഡനങ്ങൾക്കിടയിലിട്ട് അല്ലാഹു തആല പൊരിച്ച് മെരുക്കി എടുക്കുകയായിരുന്നു സഹാബാക്കളെ. 13 വർഷം പൂർത്തിയായപ്പോഴേക്കും അല്ലാഹു തആല മദീനയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി പറഞ്ഞു. സഹാബാക്കൾ അവരൊന്നും നോക്കിയില്ല, അവരുടെ കുടുംബത്തെ നോക്കിയില്ല, അവരുടെ കച്ചവടം നോക്കിയില്ല, അവരുടെ സ്വത്ത് നോക്കിയില്ല, അവരുടെ സമ്പത്ത് നോക്കിയില്ല, അവരുടെ സുഖം നോക്കിയില്ല, അവരുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ നോക്കിയില്ല. അവരെ എല്ലാം കിട്ടിയതും എടുത്തോണ്ട് പോയി മദീനത്തേക്ക്. എന്തിന്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ അടിയുറച്ച് ജീവിക്കാൻ, എല്ലാം സഹിക്കാൻ അവർ തയ്യാറായി. മദീനയിൽ അങ്ങനെ 1-2 വർഷം സുഖമായിട്ട് ജീവിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ശിക്ഷണത്തിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. അവരുടെ ഉള്ളിൽ വല്ലാത്ത വേദനയുണ്ട്, വല്ലാത്ത പ്രയാസമുണ്ട്, വിഷമമുണ്ട്. എന്താണത്? മദീന എന്റെ നാടല്ല, എന്റെ ജീവന തുല്യം സ്നേഹിച്ചെന്റെ നാട് വിട്ടിട്ട് വന്നു. ആ മക്കയിലെ ഖുറൈശികൾ എന്നെ പുറത്താക്കി, എന്റെ ഉപ്പ എന്നെ പുറത്താക്കി, എന്റെ ഉമ്മ എന്നെ പുറത്താക്കി, എന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കി. പലർക്കും ഇങ്ങനെ ചിന്തിക്കാനുണ്ടായിരുന്നു, അല്ലേ? വേദന ഉണ്ടായിരുന്നു, അവർക്ക് വിഷമമുണ്ടായിരുന്നു. അവർ ജീവന തുല്യം സ്നേഹിച്ച കഅബാലയം അതിനെയും വിട്ടിട്ടാണ് മദീനത്തേക്ക് വന്നത്. 2 വർഷം പൂർത്തിയായപ്പോഴേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല വിവരം അറിയിക്കുകയാണ്, നബിയെ, മക്കയിൽ ഖുറൈശികൾ പടക്ക് ഒരുങ്ങുന്നുണ്ട്. മദീനയിൽ മുസ്ലിമീങ്ങൾ അഥവാ മക്കയിൽ ജീവിച്ച കുറെ പേരുടെ മക്കൾ, കുറെ പേരുടെ ഭർത്താക്കന്മാർ, കുറെ പേരുടെ ഭാര്യമാർ, കുറെ പേരുടെ മക്കള്, ഇവരൊക്കെ ഇങ്ങനെ കുടുംബത്തിൽ നിന്നും അടർത്തി മാറ്റിയിട്ട് റസൂലും സഹാബാക്കളും അവരവിടെ ഇങ്ങനെ മുസ്ലിമീങ്ങളവിടെ മദീനത്ത് സുഖമായി ജീവിക്കുകയാണ്. ഇനി അങ്ങനെ സുഖമായി ജീവിക്കാൻ വിട്ടാ പറ്റൂല എന്ന് അബൂജഹലും അബൂലഹബും അടങ്ങുന്ന അബൂ സുഫ്യാനും അടങ്ങുന്ന മക്കയിലെ ഖുറൈശി പ്രമാണിമാർ തീരുമാനിച്ചു. എന്നിട്ട് പോകണം അവിടേക്ക്, ബദറിലേക്ക്. മദീനത്ത് അവരെ വിടാൻ പാടില്ല. അങ്ങനെ ഇരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല വിവരം കൊടുക്കുന്നത്, അബൂ സുഫിയാനും കൂട്ടരും ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോയിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് തടയാം, കൊല്ലാനോ അവരെ ഇല്ലാണ്ടാക്കാനോ ഒന്നുമല്ല, അവരുടെ കച്ചവട സാധനങ്ങൾ പിടിച്ചെടുക്കണം.
കച്ചവട സാധനങ്ങൾ പിടിച്ചെടുക്കണം, അവരെ ഒന്ന് തടഞ്ഞു നിർത്തണം, അവരെ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കണം. ഇത് തന്നെയായിരുന്നു ഉദ്ദേശം. അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിപ്പ് കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു. സഹാബാക്കൾ ആവേശം കൊണ്ട് തുള്ളിച്ചാടി. എന്ത്? 2 കൊല്ലം മുമ്പ് ഞങ്ങളെ പുറത്താക്കിയവരെ തിരിച്ചടിക്കാനുള്ള ഒരു ഉപാധി കിട്ടിയിരിക്കുകയാണ്, ഒരു കാരണം കിട്ടിയിരിക്കുകയാണ്. അവർ ഒരുങ്ങി. എന്നിട്ട് റസൂലും സഹാബാക്കളും ബദറിലേക്ക് പുറപ്പെട്ടു. എന്തിന്? ഷാമിൽ നിന്നും മക്കയിലേക്ക് തിരിച്ചു വരുന്ന അബൂ സുഫിയാന്റെയും കൂട്ടരെയും ആ കച്ചവട സംഘത്തെ ഒന്ന് തടഞ്ഞു നിർത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും വരുന്നുണ്ടെന്ന വാർത്ത അബൂ സുഫിയാന് കിട്ടി. അബൂ സുഫിയാൻ എന്ത് ചെയ്തു? വേറെ വഴിയിലൂടെ രക്ഷപ്പെട്ട് മക്കയിലേക്ക് എത്തി. മക്കയിലെത്തിയപ്പോഴേക്കും അവിടെ അബൂജഹലിന്റെ നേതൃത്വത്തിൽ പടയ്ക്ക് വേണ്ടി കോപ്പ് കൂട്ടുകയായിരുന്നു. അബൂ സുഫിയാൻ പറഞ്ഞു, ഇനി നിങ്ങൾ പോകാനൊന്നും നിൽക്കണ്ട, നമ്മൾ രക്ഷപ്പെട്ട് മക്കയിലെത്തിയിരിക്കുകയാണ്, നമ്മൾ സ്വസ്ഥരായിരിക്കുകയാണ്, സുരക്ഷിതരായിരിക്കുകയാണ്. മുഹമ്മദും സഹാബക്കളും അനുയായികളും അവിടെ ബദറിലുണ്ട്. അബൂ സുഫിയാൻ വേറെ വഴിയിലൂടെ രക്ഷപ്പെട്ടത് അറിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളുടെ കൂടെ 2 ദിവസം ഇവിടെ വിശ്രമിച്ചിട്ട് നമുക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ആ സമയത്താണ് വേറൊരു ദൂതൻ വരുന്നത്, അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പട്ടാളക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട്. റസൂലുള്ളാഹിക്ക് പെട്ടെന്നൊന്നും തിരിഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾ ഒന്നിച്ചു കൂട്ടി. ആരാണെന്ന് നമ്മൾ അറിയണം. 10-13 വർഷക്കാലം കൊടും പീഡനങ്ങൾക്കിരയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ജീവിതത്തിൽ അത് അടിയുറപ്പിച്ച് വിശ്വസിപ്പിക്കാൻ വേണ്ടി, അത് ജീവിതത്തിന്റെ ഭാഗമാക്കിയെടുക്കാൻ വേണ്ടി 10-13 കൊല്ലം കൊടും പീഡനങ്ങൾ സഹിച്ച അതേ മനുഷ്യരാണ് റസൂലുള്ളാഹിന്റെ മുന്നിൽ ഇപ്പൊ ഇരിക്കുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി അവരോട് പറയാണ്, മക്കത്തുനിന്നും വരുന്നുണ്ട് അബൂജഹലിന്റെയും കൂടെ കുറച്ചാളുകൾ നമ്മെ എതിർക്കാൻ, എന്ത് ചെയ്യണം? മശൂറ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് ചോദിച്ചു, എന്ത് ചെയ്യണം? നിങ്ങൾ മറുപടി പറ. കുറച്ചു സമയം ആരും ഒന്നും മിണ്ടിയില്ല, ആരും ഒന്നും പറയുന്നില്ല എന്ന് കേട്ടപ്പോൾ മിഖ്ദാദ് റളിയല്ലാഹു തആല മുഹാജിരീങ്ങളിൽപ്പെട്ട സഹാബി മിഖ്ദാദ് റളിയല്ലാഹു തആല എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയെ, താങ്കൾ എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ താങ്കളുടെ പിറകെയുണ്ട്. താങ്കൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല, താങ്കൾ പേടിക്കേണ്ട ആവശ്യമില്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അന്നത്തെ ജനത, ഹേ മൂസ, നീ പോയി നിന്റെ റബ്ബുമായി യുദ്ധം ചെയ്യുക, ഞങ്ങൾ ഇവിടെ നിൽക്കാമെന്ന് മൂസ നബിയോട് ബനി ഇസ്രായേലികൾ പറഞ്ഞതുപോലെ നിങ്ങൾ പോയിട്ട് യുദ്ധം ചെയ്തോ എന്ന് നബിയെ ഒരിക്കലും നമ്മൾ പറയൂല. നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട്. ബർക്കുൽ ഹിമാദിലേക്കാണ് താങ്കൾ ഞങ്ങളെ നയിക്കുന്നതെങ്കിൽ നമ്മളും താങ്കളുടെ കൂടെ വരും. ഇനി താങ്കൾ ഞങ്ങളെയും കൂട്ടി സമുദ്രത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മളും താങ്കളുടെ കൂടെ ഉണ്ടാകും. ഞങ്ങളിൽ അവസാനത്തെ ആളും മരിച്ചു വീഴുന്നത് വരെ നബിയെ അങ്ങയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സന്തോഷമായി. വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം ഞാൻ ഇനിയും ചോദിക്കുകയാണ്. അൻസാറുകളോടാണ് നബിയുടെ ചോദ്യം. കാരണം എല്ലാം ഇട്ടിട്ട് വന്നവരാണ്. മുഹാജിറുകളോടാണ് നബിയുടെ ചോദ്യം. ഇങ്ങനെ സഹാബാക്കൾ ഇവരുടെ മറുപടികൾ പറഞ്ഞപ്പോൾ നബിക്ക് വലിയ സന്തോഷമായി. അതെ, അല്ലാഹു തആല 10-13 വർഷക്കാലം മക്കയിൽ ജീവിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഈമാൻ, ആദർശം, ആ അഖീദ അവർക്ക് എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കുകയായിരുന്നു അല്ലാഹു തആല ഇതിലൂടെ ചെയ്യുന്നത്. ശത്രുക്കളെ കൊണ്ടുവന്നിട്ട് അതൊന്നും ശരിയാവില്ല, നമുക്കിനി ഇത്രയും കാലം നമ്മൾ സഹിച്ച് ഇനിയും ഇവരുടെ ഇടയിൽ സഹിക്കാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകുന്നുണ്ടോ എന്ന് അല്ലാഹ്ക്കറിയണം. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അതേപോലെ തന്നെ സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളെ നാം വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? അം ഹസിബത്തും നിങ്ങളെ നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്നതിന്റെ പേരിൽ, നിങ്ങൾ മുഅ്മിനീങ്ങളായി എന്ന് പറഞ്ഞതിന്റെ പേരിൽ, വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ നിങ്ങളെ നാം വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? നിങ്ങളെ പരിശോധിക്കാതെ, നിങ്ങളുടെ ഈമാൻ പരിശോധിക്കാതെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്രത്തോളം നിങ്ങളുടെ ഹൃദയത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ടുണ്ട്, ആ അല്ലാഹുവിനോട് എത്രത്തോളം നിങ്ങൾക്ക് യഖീനുണ്ട്, അതറിയാതെ പരിശോധിക്കാതെ നിങ്ങളെ അങ്ങ് വെറുതെ ജീവിക്കാൻ വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലാഹു തആല ചോദിക്കുകയാണ്. നമ്മളോടും കൂടിയാണ് ആ ചോദ്യം. സഹാബാക്കൾ ആ സമയത്ത് റസൂലുള്ളാഹിക്ക് കൊടുത്ത മറുപടി, അതെ, അവരുടെ ഈമാൻ ഒന്നുകൂടി ഉറക്കുകയായിരുന്നു.
യുദ്ധം തുടങ്ങി. അവർ വന്നു, യുദ്ധം തുടങ്ങി. യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനു മുമ്പ് ഇരുന്ന് ദുആ ചെയ്യാൻ തുടങ്ങി. സഹാബാക്കളുടെ എല്ലാവിധ സപ്പോർട്ടും റസൂലുള്ളാഹിക്ക് ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ അൻജിസ്നി മാ വഅദ്തനി, അല്ലാഹുമ്മ ഇന്നക ഇൻ തുഗ്ലിക ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദു ഫിൽ അർദ്. ഈ ദുആയിലുമുണ്ട് നമുക്കിതിനുള്ള പാഠം. ബദർ നടന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ബദർ നടന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിലുള്ള യഖീൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ബദർ നടന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹാബാക്കൾ പറഞ്ഞത് എത്രത്തോളം അവരുടെ ജീവിതത്തിൽ അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു പരിശോധിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുവേ, നീ എനിക്ക് വാഗ്ദാനം ചെയ്തത് നീ എനിക്ക് നൽകണം. നീ ഈ ഒരു സംഘത്തെ 300 വരുന്ന ഈ ഒരു സംഘത്തെ നീ നശിപ്പിച്ചു കളഞ്ഞാൽ, ഈ വരുന്ന ശത്രുക്കളുമായി ഏറ്റുമുട്ടി ഈ മുസ്ലിം സമൂഹം മുഴുവനും ഇവിടെ കൊന്നു വീണാൽ, മരിച്ചു വീണാൽ, അല്ലാഹുവേ, ലാ തുഅബദു ഫിൽ അർദ്, നിന്നെ ആരാധിക്കാൻ, നിന്നെ മാത്രം ഇലാഹായിട്ട് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ഒരാളും അവശേഷിക്കുകയില്ല. നീ അങ്ങനെ ഇബാദത്ത് ചെയ്യപ്പെടുകയില്ല, നീ അങ്ങനെ ആരാധിക്കപ്പെടുകയില്ല. അതുകൊണ്ട് അല്ലാഹുവേ, ഇവരെ നീ വിജയിപ്പിച്ചേ മതിയാകൂ എന്ന്. ഇതല്ലേ റസൂലുള്ളാഹിന്റെ ദുആ? ഇവിടെ തൗഹീദാണ് റസൂലുള്ളാഹി ദുആ ചെയ്തത്. റസൂലുള്ളാഹി മക്കത്ത് കുറെ കാലം നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കായിരുന്നു. അവിടുന്ന് കുറെ പീഡനങ്ങൾ സഹിച്ചു. ഇപ്പൊ മദീനത്ത് വന്നിട്ട് കുറച്ച് സമാധാനം കിട്ടാണ്. അപ്പോഴേക്കും നമ്മളെ വീണ്ടും ആക്രമിക്കാൻ വരികയാണ്. അല്ലാഹ് നീ സഹായിക്കണം, എന്നിട്ട് നമ്മളെ കുറച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കണം, നമ്മളൊന്ന് കുറച്ച് സമാധാനമായിട്ട് ജീവിച്ചോട്ടെ, ഞങ്ങൾ ഏതായാലും മുസ്ലിം ആയില്ലേ. എങ്ങനെയാണോ റസൂലുള്ളാഹി ദുആ ചെയ്തത്? അല്ല, അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരാൾ ഈ ഭൂമിയിൽ വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകൾ ഈ ഭൂമിയിൽ വേണം. അതിന് ഈ സമൂഹത്തെ നീ നശിപ്പിക്കാൻ പാടില്ല. അതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ. യുദ്ധത്തിന്റെ സന്ദർഭങ്ങൾ ഓരോന്നും വിശദീകരിക്കാൻ സമയമില്ല. ചരിത്രം ഇങ്ങനെ വിശദീകരിച്ചു കഴിഞ്ഞാൽ സമയം ഒരുപാട് പോകും. ബദറിന്റെ ഓരോ സന്ദർഭങ്ങളും ചരിത്രം നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ബദറിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയപ്പെടുന്ന ഹുമൈൻ റളിയല്ലാഹു തആല ഈത്തപ്പഴം തിന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളംബരം കേട്ടു. ഹേയ്, സ്വർഗത്തിലേക്ക്, വിജയത്തിലേക്ക് മുന്നേറാൻ ആരാണോ തയ്യാറുള്ളത്, പോർക്കളത്തിലേക്ക് ഇറങ്ങി അല്ലാഹുവിന്റെ ശത്രുവുമായിട്ട് ഏറ്റുമുട്ടുക. ഹുമൈൻ റളിയല്ലാഹു തആല അൻഹു തിന്നുകൊണ്ടിരിക്കുന്ന ഈത്തപ്പഴം വലിച്ചെറിഞ്ഞുകൊണ്ട്, ഹേയ് സ്വർഗമോ, ഈ സ്വർഗത്തിന്റെയും എന്റെയും ഇടയിൽ ഈത്തപ്പഴം തിന്നുന്ന അത്രയും സമയം എനിക്ക് അധികമായി പോകും, അതിനു മുമ്പ് എനിക്ക് സ്വർഗത്തിലേക്ക് എത്തണമെന്ന് പറഞ്ഞ് ഈത്തപ്പഴം വലിച്ചെറിഞ്ഞ് യുദ്ധക്കളത്തിൽ ഇറങ്ങി ശത്രുവുമായി ഏറ്റുമുട്ടി ഷഹീദായി ആദ്യത്തെ രക്തസാക്ഷി. എന്ത് കണ്ടിട്ട്? സ്വർഗം. 10-13 വർഷം അവിടെ മക്കത്ത് ജീവിച്ചപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഈമാൻ അവർക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും വന്ന് പേടിപ്പിക്കുമ്പോൾ അങ്ങ് ഒലിച്ചു പോകുന്ന ഈമാൻ ആയിരുന്നില്ല അവർക്ക്, അല്ലേ? രാജ്യത്തെ പ്രമാണിമാരും പിന്നെ മന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ ഭരണാധികാരികളുമൊക്കെ മുസ്ലിങ്ങളെ പുറത്താക്കണം, മുസ്ലിമീങ്ങളുടെ പൗരത്വം ഒഴിവാക്കണം എന്നൊക്കെ പറയുമ്പോൾ ബേജാറായ ഒരുപാട് ആളുകളുണ്ട്. എന്തിനങ്ങനെ പറയുന്നത്? ഇസ്ലാം തന്നെയാണ് പ്രശ്നം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിം ഈ ഭൂലോകത്ത് വേണ്ട എന്ന് ഏതെങ്കിലും ഒരു പ്രമാണി, ഏതെങ്കിലും ഒരു ഭരണാധികാരി തീരുമാനിച്ചാൽ ഇസ്ലാം തന്നെയാണ് പ്രശ്നം. അവിടെ മുസ്ലിം എടുക്കേണ്ട തീരുമാനം എന്താണ്? ബദറിൽ സഹാബാക്കൾ എടുത്ത തീരുമാനമായിരിക്കണം. ഈമാനിന് ചലഞ്ച് ഉണ്ടാകാൻ പാടില്ല, ഈമാനിന് യാതൊരു കുറവും ഉണ്ടാകാൻ പാടില്ല. അവിടെ മരിക്കലാണെങ്കിൽ മരണം, വീട് നശിക്കലാണെങ്കിൽ നശിക്കൽ, വീട് തകർത്തെറിയപ്പെടലാണെങ്കിൽ അങ്ങനെ, കുടുംബത്തെയൊക്കെ ശിഥിലമാക്കി ഞാൻ ഒറ്റക്കായാൽ പോലും, ഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നാൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് എന്റെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം അതിന് യാതൊരു പോറലുമേൽക്കാതെ, ഏ അല്ലാഹ്, നീ മാത്രമാണ് എന്റെ രക്ഷകൻ, നീ മാത്രമാണ് എന്റെ സംരക്ഷകൻ, നിന്നെ അല്ലാതെ വേറെ ഏതെങ്കിലും വ്യക്തിയെയോ വസ്തുവിനെയോ ശക്തിയെയോ ഞാൻ സമീപിക്കുന്ന പ്രശ്നമേ ഇല്ല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹിച്ചുകൊണ്ട് ഞാൻ മരിക്കുന്നത് വരെ. ബദർ ചരിത്രം പറയാൻ മാത്രമുള്ളതല്ല, കിസ്സ പറയാൻ മാത്രമുള്ളതല്ല. എല്ലാ ഖത്തീബുമാർക്കും റമദാനിന്റെ 17 മുമ്പത്തെ വെള്ളിയാഴ്ച പിന്നെ ഖുതുബ നടത്താൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് ജീവിതത്തിൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന ഓരോ മുസ്ലിമിന്റെയും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട, സ്വാധീനം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സംഭവമാണ് ബദർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന കലിമത്തു തൗഹീദ് ജീവിതത്തിൽ എങ്ങനെ അത് പ്രാവർത്തികമാക്കണമെന്ന് പഠിപ്പിച്ചു തരികയായിരുന്നു സഹാബാക്കൾ ബദരീങ്ങൾ. അതല്ലാതെ ഖുറാഫികള് ഷിയാക്കള് പറയുന്നത് പോലെ നമുക്ക് ബദരീങ്ങളെ പേരിൽ ആണ്ട് നേർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് ബദർ യുദ്ധം ഉണ്ടായതെന്ന് പറയും. വിഡ്ഢിത്തം. ഈ ഖുറാഫികൾക്കും ഷിയാക്കൾക്കും ഇരുന്നിട്ട് 313 സഹാബാക്കളുടെ പേര് ചൊല്ലിയിട്ട് നെയ്ച്ചോറും പോത്തിറച്ചി ഉണ്ടാക്കി മൂക്കറ്റൽ തിന്നിട്ട് ഏമ്പക്കുമ്പിട്ടിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ സഹാബാക്കൾ 13 വർഷം കൊടും പീഡനങ്ങൾ സഹിച്ച് പൊരിയുന്ന വെയിലത്ത് ചെരുപ്പില്ലാതെ വസ്ത്രമില്ലാതെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുമായിട്ട് പടപൊരുതി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ കൊടുത്തത് എന്ന് പറയുമ്പോ എത്ര ആഭാസമാണ് അവർ പറയുന്നത്. പരിഹസിക്കുകയല്ലേ അവർ സഹാബാക്കളെ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, ഏ അല്ലാഹ്, ചെരുപ്പ് ധരിക്കാൻ ചെരുപ്പില്ലാത്ത ഒരു കൂട്ടം പാവങ്ങളാണ് എന്നോടൊപ്പം ഉള്ളത്. പൊരിയുന്ന വെയിലത്ത് ഔറത്ത് മറക്കാൻ വസ്ത്രമില്ലാത്ത ഒരു കൂട്ടം ദരിദ്രരാണ് എന്നോടൊപ്പം ഉള്ളത്. വിശപ്പടക്കാൻ മാത്രം ഭക്ഷണം കഴിക്കാൻ വിഭവങ്ങളില്ലാത്ത ഒരു കൂട്ടം പാവങ്ങളാണ് എന്നോടൊപ്പം ഉള്ളത്. ഏ അല്ലാഹുവേ, ഈ പാവങ്ങളുടെ ഒരൊറ്റ ആയുധം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് മാത്രമാണ്. ഇവർക്ക് കുതിരപ്പടയാളികളില്ല, ഒട്ടകത്തിന്റെ അകമ്പടിയില്ല, ഇവർക്ക് വാളും പരിചയവുമില്ല, ഇവർക്ക് നല്ല ആരോഗ്യവുമില്ല, ഇവർക്ക് അംഗങ്ങളോ അംഗബലമോ ഇല്ല, ഒന്നുമില്ല. ഇവരെ പോരാടാൻ വേണ്ടി വരുന്നത്, ഇവരെ എതിരിടാൻ വേണ്ടി വരുന്നത് ഇവരെക്കാൾ 2 ഇരട്ടി സംഖ്യയുള്ള ആളുകളാണ്, ഇവരെക്കാൾ കൂടുതൽ ആയുധങ്ങളുള്ള ആളുകളാണ്. 1000-ഓളം വരുന്ന പക്കയിലെ ഖുറൈശികൾ 300 ചില്ലാനും വരുന്ന സഹാബാക്കളെ നേരിടാൻ വേണ്ടി വരികയാണ്. ഏ അല്ലാഹ്, ഈ ചെറു സംഘത്തെ നീ സഹായിക്കണം. നിന്റെ തൗഹീദിനെ ഈ ഭൂമി ലോകത്തിൽ നീ നിലനിർത്തണം. നിന്റെ തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം മുവഹിദീങ്ങളെ, ഒരു കൂട്ടം മുസ്ലിമീങ്ങളെ നീ ഇവിടെ ബാക്കിയാക്കണം. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു. എന്നിട്ട് അത് ബദരീങ്ങളെ ആണ്ട് നേർച്ച ഉണ്ടാക്കിയിട്ട് നെയ്ച്ചോറും പോത്തിറച്ചിയും തിന്നാനാണത്രേ. എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? എങ്ങനെ നമുക്ക് അവരെ തുടരാൻ പറ്റും? എങ്ങനെ നമുക്ക് അവരുടെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റും? എങ്ങനെ നമുക്ക് അവരെ കുടുംബക്കാരായി അംഗീകരിക്കാൻ പറ്റും? എങ്ങനെ അവർ നേതൃത്വം കൊടുക്കുന്ന പള്ളികളിൽ പോയി നിസ്കരിക്കാൻ പറ്റും? എങ്ങനെ അവരുടെ സദസ്സുകളിൽ പോയിരുന്ന് അവരുമായിട്ട് നല്ലൊരു സംഭാഷണം നടത്താൻ പറ്റും? അല്ലാഹുവിന്റെ റസൂലിനെയും സഹാബാക്കളെയും അല്ലാഹുവിന്റെ ഇസ്ലാമിന് വേണ്ടി ഇത്രയധികം പോരാടി രക്തം കൊടുത്ത് വസ്ത്രം കൊടുത്ത് ശരീരം കൊടുത്ത് ജീവിതം കൊടുത്ത് പോരാടിയ സഹാബാക്കളെ ഇത്ര നിസ്സാരമായിട്ട് കാണുന്ന ഈ ഒരു സമൂഹത്തെ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? ആലോചിക്കേണ്ട വിഷയം തന്നെയാണ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മുസ്ലിമീങ്ങളായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽ വരുന്ന മുസ്ലിമീങ്ങളായ പാരമ്പര്യ മുസ്ലിമീങ്ങൾ, അള്ളാഹുവിനെ അംഗീകരിച്ചവർ, അങ്ങനെയുള്ള ഒരു സമൂഹം, അള്ളാഹു അല്ലാത്ത അവർക്ക് മുമ്പ് ജീവിച്ചു മരിച്ചുപോയ കുറച്ച് സാലിഹീങ്ങളുടെ ബിംബങ്ങൾ ഉണ്ടാക്കി അവകളെ ആരാധിക്കുന്ന, അവകളോട് പ്രാർത്ഥന നടത്തുന്ന, അവകളെ പൂജിക്കുന്ന ആ ഒരു മുസ്ലിമീങ്ങൾക്കിടയിലേക്കാണ് നൂഹ് നബി അല്ലാഹു തആല നിയോഗിച്ചത്. എന്തിന്? ഈ ബിംബങ്ങളൊക്കെ നിങ്ങൾ മാറ്റണം, എന്നിട്ട് അള്ളാഹിലേക്ക് തന്നെ തീയണം എന്ന് പറയാൻ. അല്ലെങ്കിൽ പാരമ്പര്യ മുസ്ലിമീങ്ങളിലേക്കോ പാരമ്പര്യ മുശ്രിക്കീങ്ങളിലേക്കോ ഒന്നുമല്ല. മുസ്ലിമായി ജീവിച്ചു കൊണ്ടിരിക്കെ ജാറങ്ങളിലേക്ക് തിരിഞ്ഞവരിലേക്ക് അവരെ അല്ലാഹു തആല കാഫിറുകൾ എന്ന് വിളിച്ചത്. അപ്പൊ പിന്നെ ഇപ്പോ ജാറങ്ങളെ വെച്ചുകൊണ്ട് CM ആണ് ഇലാഹ് എന്ന് പറയുന്നവർ, മമ്പർത്ത തങ്ങളാണ് നമുക്കെല്ലാം ചെയ്തിരുന്നെന്ന് പറയുന്നത്, മൊയ്തീശക്ക് തങ്ങളാണ് നമ്മുടെ രോഗം മാറ്റിത്തരുന്നെന്ന് പറയുന്നവർ, അവർ മുശ്രിക്കീങ്ങളല്ലാതെ പിന്നെ ആരാ? നമുക്ക് എങ്ങനെ അവർ അംഗീകരിക്കാൻ പറ്റും? ഇത്രയും അധികം പീഡനങ്ങൾ സഹിച്ചിട്ട് ദീനുൽ ഇസ്ലാമിന്റെ ഏകത്വത്തെ, അള്ളാഹുവിന്റെ തൗഹീദിനെ ജീവജാലങ്ങൾക്ക്, ലോകത്തുള്ള മനുഷ്യർക്ക് മാതൃകയാകുന്ന രീതിയിൽ ഇന്നും മുസ്ലിമായിട്ട് അന്തസ്സോടെ ഞാനൊരു സലഫിയാണ്, ഞാനൊരു വഹാബിയാണ്, ഞാനൊരു മുജാഹിദാണ്, ഞാനൊരു യഥാർത്ഥ ഏകദൈവ വിശ്വാസിയാണ് എന്ന അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് സാധിക്കുന്നത് അന്ന് സഹാബാക്കൾ പോരാടിയതിന്റെ പേരിലല്ലേ? അതേ സഹോദരങ്ങളെ, അല്ലാഹു തആല ഈമാൻ പഠിപ്പിക്കുകയായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കുകയായിരുന്നു ഈ ബദറിലൂടെ. അതിൽ 100-ൽ 100 മാർക്കോടെ സഹാബാക്കൾ വിജയിച്ചു. എത്ര പീഡനങ്ങൾ വന്നപ്പോഴും, ശത്രുക്കൾ 1000 കേട്ടപ്പോഴും, അവരെക്കാൾ കൂടുതൽ കുതിരപ്പടയാളികൾ ഉണ്ടെന്ന് കേട്ടപ്പോഴും, അവരെക്കാൾ കൂടുതൽ സമ്പത്തുള്ളവരാണെന്ന് കേട്ടപ്പോഴും, അവരെക്കാൾ കൂടുതൽ വാളുകൾ ഉണ്ട് എന്ന് കേട്ടപ്പോഴും ഇവർ പതറിയില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, റസൂലേ, അങ്ങ് ഞങ്ങളിൽ ഓരോരുത്തരും മരിച്ചു വീഴുന്നത് വരെ നമ്മൾ കൂടെ ഉണ്ടാകും.
സാധിച്ചില്ലേ അത്? അല്ലാഹു തആല അവരുടെ ആ ആദർശത്തെ, അവരുടെ ആ യഖീനിനെ അല്ലാഹുക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ വീണു ദുആയിലായിട്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുതുകിലുണ്ടായിരുന്ന ഷാൾ താഴെ വീണു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പോയിട്ട് ഷാൾ എടുത്തിട്ട് തോളിലിട്ട് കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ പിറകെ പോയി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മതി നബിയെ, ഇങ്ങനെ എന്തിനാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അത്രമാത്രം ചോദിച്ചു അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിനോട്, ഏ അല്ലാഹ്, ഈ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണം. എന്തിന്? അള്ളാഹുവിനെ മാത്രം ഏകനാക്കി, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ച്, അള്ളാഹ്ക്ക് മാത്രം നേർച്ചകൾ അർപ്പിച്ച്, അള്ളാഹിനെ മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം ഈ ഭൂമിയിൽ ഉണ്ടാവാൻ അല്ലേ? അത്രമാത്രം ദുആ ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ തുടർന്ന് അങ്ങോട്ട് അല്ലാഹു തആല പറയാണ്, വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ. വലഖദ് നസറകുമുല്ലാഹ്, അല്ലാഹു തആല നിങ്ങളെ സഹായിച്ചിരിക്കുകയാണ്. ബിബദ്രിൻ, ബദറിൽ, വഅൻതും അദില്ല, നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരായിരുന്നു. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഡ്രസ്സില്ല, ചെരുപ്പില്ല, ആയുധങ്ങളില്ല, ഒന്ന് തടയാൻ പോലും ഒന്നുമില്ലാത്ത വെറും നിസ്സാരന്മാരായിരുന്നു നിങ്ങൾ. ഇതെല്ലാം ഉള്ളവർ വന്നപ്പോൾ നിങ്ങളെ നാം സഹായിച്ചു. ഫത്തഖുല്ലാഹ്, അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ സൂക്ഷിച്ചോ. ലഅല്ലകും തഷ്കുറൂൻ, നന്ദിയുള്ളവരായി തീരാൻ. അല്ലാഹുവിന്റെ റസൂല് അല്ലാഹു തആല ബദറിൽ സഹായിച്ച രംഗങ്ങൾ ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. മലക്കുകളെ ഇറക്കിയിട്ടാണ് അല്ലാഹു തആല സഹായിച്ചത്. മലക്കുകളെ ഇറക്കിയിട്ടാണ് അല്ലാഹു തആല സഹായിച്ചത്. ഇദ് തഖൂലു ലിൽ മുഅ്മിനീന അലൻ യക്ഫിയകും അൻ യുമിദ്ദകും റബ്ബുകും ബിസലാസതി ആലാഫിൻ മിനൽ മലായികതി മുൻസലീൻ. 3000-ഓളം വരുന്ന മലക്കുകളെ ആകാശത്തിൽ നിന്നും ഇറക്കിയിട്ടാണ് അല്ലാഹു തആല സഹായിച്ചത്. മലക്കുകൾ അവരുടെ അനുഭവങ്ങൾ പറയും, മലക്ക് സഹാബാക്കൾ അവരുടെ അനുഭവങ്ങൾ പറയും. അവരിങ്ങനെ യുദ്ധക്കളത്തിൽ ഇങ്ങനെ ഓടുകയായിരിക്കും. അപ്പോൾ ഓരോ ശത്രുക്കളും ഇങ്ങനെ വെട്ടേറ്റ് വീഴുന്നത് കാണാൻ സാധിക്കുമായിരുന്നു എന്ന്. ശൈത്താൻ അവർക്കിടയിലൂടെ ഓടിക്കളിച്ച് പ്രേരിപ്പിക്കുകയായിരുന്നു മുഅ്മിനീങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി. മലക്കുകൾ ഇറങ്ങുന്നത് കണ്ടപ്പോൾ അവൻ ഓടിയെന്ന് ഹദീസുകളിലൂടെ കാണാൻ സാധിക്കും. അല്ലാഹു തആല അവരെ വലിയ രീതിയിൽ വിജയിപ്പിച്ചു. എപ്പോ? അംഗീകരിച്ചിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് യാഥാർത്ഥ്യമാക്കിയപ്പോൾ മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ശത്രുക്കൾ വരുമ്പോൾ ആ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ശത്രുക്കളുടെ കൂടെ കൂടുക. പേര് ചിലപ്പോൾ അബ്ദുല്ലാന്നോ അല്ലെങ്കിൽ മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമുള്ള പേരൊക്കെ ആയിരിക്കും. പക്ഷേ മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള പാർട്ടിയിലായിരിക്കും അവൻ ഉണ്ടാകുക. എന്തിനാണത്? ഓനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല അല്ലാഹുക്ക് വേണ്ടത്. ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിൻ്റെ പേരിൽ അത് സഹാബാക്കളെ പോലെ മരുഭൂമിയിൽ കിടത്തി പീഡിപ്പിച്ചാലും ശരി, കല്ല് നെഞ്ചത്ത് വെച്ചാലും ശരി, പൊരിയുന്ന എണ്ണയിലിട്ട് ഒഴിച്ചാലും ശരി, പൊരിയുന്ന ചൂടുവെള്ളത്തിലിട്ട് കരിച്ചാലും ശരി, തീ കത്തിച്ചാലും ശരി, പട്ടിണി കിട്ടാലും ശരി, വീട് തകർത്താലും ശരി, വീട്ടിൽ നിന്ന് പുറത്താക്കിയാലും ശരി, സ്വന്തം നാട്ടി പായിച്ചാലും ശരി, നാം അംഗീകരിച്ചിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഒരു കുറവും നമ്മൾ വരുത്തൂല. അതാണ് ബദർ നമുക്ക് ഒന്നാമതായിട്ട് നൽകുന്ന പാഠം. അത് നാം അംഗീകരിച്ചേ മതിയാകൂ. ഈ ബദർ പറയുന്ന, ഈ ബദർ സ്മരിക്കുന്ന ഈ റമദാനിൽ, ഇതുപോലത്തെ ഒരു റമദാൻ 17-നായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഈ ബദർ സ്മരിക്കുമ്പോൾ, ബദർ ചരിത്രം കേൾക്കുമ്പോൾ അതിങ്ങനെ കഥ പോലെ കേൾക്കാതെ ആ സഹാബാക്കളുടെ ജീവിതത്തിന്റെ ഒരംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കാൻ നമുക്ക് സാധിക്കണം. അതിൽ ഒന്നാമതായിട്ട് അംഗീകരിച്ചിരിക്കുന്ന കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതെ, ഞാൻ സലഫിയാണ്. സലഫി മനഹജ് അനുസരിച്ച് ജീവിക്കുന്ന ഷിയാക്കൾ പറയുന്നത് പോലെ ഒരു വഹാബി തന്നെയാണ്. അതിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ ഷിയാക്കളുമായിട്ട് കോംപ്രമൈസ് നടത്താനോ അവരുമായിട്ട് നല്ല രീതിയിൽ പോകാനോ അവരുമായിട്ട് അവരുടെ ആചാരങ്ങൾക്കും അവരുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ആദർശത്തെ പണയം വെച്ചിട്ട് നോ, അങ്ങനത്തെ ഒരു പരിപാടിക്ക് ഞാനില്ല. അത് കുടുംബത്തിൽ നിന്ന് പുറത്തായാലും ശരി, നാട്ടിൽ നിന്ന് പുറത്തായാലും ശരി, എൻ്റെ ആദർശത്തെ വിട്ടുകൊണ്ട് ഒരു പരിപാടിക്ക് ഞാനില്ല. ബദർ കൊണ്ട് കിട്ടേണ്ടത് നമുക്ക് അതാണ്. അല്ലാഹു തആല യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم.
يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون فيا أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളെ, ജീവിതത്തിലുടനീളം തഖ്വ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ യഥേഷ്ടം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് രണ്ടാമതും എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് റമദാൻ 13-ആണ്. റമദാൻ 17 ആകുമ്പോഴേക്കും ഈ പറയപ്പെട്ട ബദർ യുദ്ധത്തിൻ്റെ പേരിൽ, ആ ബദർ യുദ്ധത്തിൽ ഷഹീദായ, ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബാക്കൾ, ബദരീങ്ങൾ എന്നാണ് നമ്മൾ പറയാറുള്ളത്, അവരുടെ അതിൽ ഷഹീദായ ബദരീങ്ങളുടെ ആണ്ട് നേർച്ച എന്നും പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഷിയാക്കൾ കുറച്ച് പരിപാടികളൊക്കെ നടത്തും. വിവരമില്ലാത്തതിൻ്റെ പേരിൽ, അറിവില്ലായ്മയുടെ പേരിൽ നാം അതിൽ വീണുപോകാൻ പാടില്ല. അന്ന് ഷിയാക്കളുടെ പള്ളികളിൽ അറുക്കുന്ന പോത്തുകൾ അറുക്കപ്പെടുന്നത് അള്ളാന്റെ പേരിലല്ല, അള്ളാഹു അല്ലാത്ത സഹാബാക്കളുടെ പേരിലാണ്. അള്ളാന്റെ ബദരീങ്ങളുടെ ആണ്ടിന്റെ പേരിലാണ് പോത്തിനെ അറുക്കുന്നത്. അള്ളാഹു അല്ലാത്തതിൻ്റെ പേരിൽ അറുക്കപ്പെട്ടത് നിഷിദ്ധമാണ്, ഹറാമാണ്, കഴിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കാൻ പാടില്ല. ബലിയർപ്പിക്കുന്നത് അള്ളാന്റെ പേരിൽ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. അത് ബദരീങ്ങളെ പേരിലാകാൻ പാടില്ല, ഉഹദീങ്ങളെ പേരിലാകാൻ പാടില്ല, നബിതങ്ങളെ പേരിൽ പോലും ആകാൻ പാടില്ല. അതുകൊണ്ടാണ് റബീഉൽ അവ്വലിൽ ഷിയാക്കളുടെ പള്ളിയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണവും ചോറും തിന്നാൻ പാടില്ല എന്ന് പറയുന്നത്. അത് നബിയുടെ പേരിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. അതേപോലെ തന്നെയാണ് റമദാൻ 17-ന് ബദരീങ്ങളുടെ ആണ്ടിന് നല്ല നെയ്ച്ചോറും നല്ല ബീഫിറച്ചിയും ഷിയാക്കൾ കൊടുക്കും, എല്ലാവർക്കും വിളമ്പി കൊടുക്കും. സലഫികളെ എതിർക്കുന്നതിൻ്റെ പേരിൽ സലഫികളെ എതിർക്കാൻ വേണ്ടി ഓരോ കൊല്ലം ചിലപ്പോൾ ചെലവ് കുറെ കൂട്ടുകയും ചെയ്യും. നമ്മളതിലൊന്നും വീണുപോകാൻ പാടില്ല. വെറും തിന്നലും കുടിക്കലും, ഇങ്ങനെ സൂഫികളെ പോലെ, കള്ളന്മാരെ പോലെ, മുനാഫിക്കങ്ങളെ പോലെ ഇങ്ങനെ തിന്നലും കുടിക്കലും, ഇല്ലാത്ത ദിക്റുകൾ ചെല്ലലും, ഇങ്ങനെ ലൈറ്റ് ഓഫാക്കി ഇരുട്ടത്തിരുന്നിട്ട് കുറെ തങ്ങന്മാരെ കുറെ ഔലിയാക്കളെയും വിളിക്കലും, ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ജോലി, ഷിയാക്കളുടെ ജോലി. അള്ളാഹുവിന്റെ പേരിൽ അറുക്കപ്പെടുന്നത് ഹറാമാണ്, അത് കഴിക്കാൻ പാടില്ല. വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ തുറന്ന് പറയാൻ സാധിക്കണം, അത് ആദർശമാണ്, അത് അഖീദയാണ്. ബദരീങ്ങളുടെ പേരിൽ അറുക്കപ്പെട്ടത് നിഷിദ്ധമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാനൊരു സലഫിയ, ഞാനൊരു മുവഹിദ. ദയവായി ഇത് കൊണ്ടുപോയാൽ പറയണം അവരോട്. അവരുമായിട്ട് അതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള സപ്പോർട്ട് നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഷിയാക്കളുടെ പള്ളികളുമായി, ഷിയാക്കളുടെ പള്ളിയിൽ നടത്തുന്ന പരിപാടികളുമായി നമ്മുടെ ഒരു 10 രൂപ പോലും പോകാൻ പാടില്ല. പള്ളിയുടെ പരിപാലനം അത് വേറെ വിഷയമാണ്. പക്ഷേ മൗലൂദിന് വേണ്ടി, കുത്തുബിയത്തിന് വേണ്ടി, ബദരീങ്ങളുടെ ആണ്ടിന് വേണ്ടി, അതേപോലെ തന്നെ സിയാറത്ത് ടൂറിന് വേണ്ടി ഇങ്ങനെയൊക്കെ കുറെ പിരിവും വരും. അവിടെയും നമ്മൾ നല്ല സ്നേഹത്തിലാണ്, എപ്പോഴും കണ്ടാൽ ചിരിക്കുന്ന ആളാണ്, അയാളാണ് നമ്മളോട് വന്നിട്ട് പൈസ കൊയ്ക്കുന്നത്, എങ്ങനെ ഇപ്പൊ കൊടുക്കാണ്ടിരിക്കുക എന്നൊന്നും തോന്നാൻ പാടില്ല. ഇവിടെ ആദർശമാണ് വലുത്, ഇവിടെ ആദർശമാണ് വലുത്. ബദരീങ്ങളുടെ പേരിൽ അറുക്കാൻ പാടില്ല എന്നാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ പൈസ തരാനും ഞാൻ തയ്യാറല്ല, നിങ്ങൾ പോയിക്കോളി. അവിടെ ഈ ബദറിൽ നമുക്ക് പഠിപ്പിക്കുന്ന പാഠം അതാണ്. എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും ശരി, എത്ര സൗഹാർദ്ദമുള്ളവരാണെങ്കിലും ശരി, ആദർശത്തെ പണയം വെക്കാൻ, ആദർശത്തിന് വേണ്ടി ഇതൊന്നും നമ്മൾ ആദർശത്തെ മാറ്റിവെച്ചുകൊണ്ട് സൗഹൃദത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പാടില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുതയാണ്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇസ്ലാം യഥാർത്ഥം, അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് എന്താണ് തൗഹീദ്, എന്താണ് ഇസ്ലാം, എന്താണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് നടന്ന യുദ്ധങ്ങൾ, ബദ്ർ നൽകുന്ന പാഠങ്ങൾ എന്താണ്, ഇതൊക്കെയും പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി യഥാർത്ഥ മുഅ്മിനായി ജീവിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അല്ലാഹു തആല കൂട്ടത്തെ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. ബിദ്അത്തിൽ നിന്നും മുബ്തദികളിൽ നിന്നും അല്ലാഹു നമ്മെ വിദൂരത്തിലാക്കട്ടെ. ശിർക്കിൽ നിന്നും ശിർക്കിന്റെ ആളുകളിൽ നിന്നും അല്ലാഹു നമ്മെ വിദൂരത്തിലാക്കട്ടെ. തൗഹീദിലേക്കും സുന്നത്തിലേക്കും അല്ലാഹു നമ്മെ അടുപ്പിക്കട്ടെ. അങ്ങനെയുള്ളവരുടെ സ്നേഹവും അങ്ങനെയുള്ളവരുടെ സൗഹാർദ്ദവും അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന മുഅ്മിനീങ്ങളുടെ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ. അവരുടെ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അവരുടെ ആഗ്രഹങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. നമ്മിൽ പലരുടെയും മാതാപിതാക്കൾ രോഗികളാണ്,
കിടക്കയിൽ കിടക്കുകയാണ്, എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, പല രോഗങ്ങൾ കൊണ്ട് വേദന തിന്ന് കഴിയുന്നവരാണ്. അള്ളാഹു താല അവൻ്റെ റഹ്മത്ത് കൊണ്ട് ആ മാതാപിതാക്കളുടെ രോഗങ്ങൾ പരിപൂർണമായിട്ടും ശിഫയാക്കി കൊടുക്കട്ടെ. എന്താണോ ഖൈറായത് അത് അള്ളാഹു താല നടപ്പിലാക്കി കൊടുക്കട്ടെ. കിട്ടിയിരിക്കുന്ന ആരോഗ്യത്തെ മരണം വരെ നിലനിർത്താൻ അള്ളാഹു വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പലരുടെയും മാതാപിതാക്കൾ ഇന്ന് ഖബറുകളിലാണ്. അള്ളാഹു താല ഈ റമദാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, റമദാൻ മാസത്തിൻ്റെ മഹത്വം കൊണ്ട് അവരുടെ ഖബറിടത്തെ അള്ളാഹു താല വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി കൊടുക്കട്ടെ. അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. അതേപോലെ തന്നെ വിവാഹപ്രായത്തിൽ നിൽക്കുന്ന യുവാക്കൾ, യുവതികൾ അള്ളാഹു അവർക്ക് യോജിച്ച ഇണകളെ നൽകി അനുഗ്രഹിക്കട്ടെ. കിട്ടിയിരിക്കുന്ന വിവാഹം കഴിഞ്ഞിട്ട് കിട്ടിയിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് അള്ളാഹു താല അവരെ സ്വാലിഹീങ്ങളാക്കി അള്ളാഹു വളർത്തട്ടെ. സമുദായത്തിനും ദീനിനും ഉപകരിക്കുന്ന ആലിമീങ്ങളും ഹാഫിദീങ്ങളുമാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന മുവഹിദീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കട്ടെ. നമ്മെ സ്നേഹിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കട്ടെ. നമ്മെ ഓർക്കുന്നവരെ അള്ളാഹു ഓർക്കട്ടെ. അവസാനം മരിക്കുന്നതിന് മുമ്പേ സുന്നത്ത് പൂർണ്ണമായിട്ടും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മരിക്കുന്ന ഏറ്റവും നല്ല മുഅ്മിനാക്കി അള്ളാഹു നമ്മെ മാറ്റട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് തയ്യിബ് സറാഹും വജഅൽ